ഇത് നമുക്ക് എഗ് മോളി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ മാച്ചാകുന്ന നല്ല സൂപ്പർ എന്നാൽ ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഫിഷ് മോളി പോലെയൊക്കെ തന്നെയാണിത്. ആദ്യം നമ്മൾ ഒരു ചീനച്ചട്ടിയോ പാനോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ശേഷം നമുക്ക് പുഴുങ്ങിയ മുട്ടയൊന്ന് രണ്ടായിട്ട് കണ്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശവും നമ്മൾ മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ടൈം എടുത്താലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം നമുക്കിനി വറുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. പിന്നെ അതേ സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യുക. ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ സംഭവമൊക്കെ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ക്രഷ് ചെയ്തെടുത്ത്, അതായത് ഇടിച്ചെടുത്താൽ മതി. അപ്പം തന്നെ എടുത്തിട്ടിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് സബോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ സബോള എളുപ്പം തന്നെ നമുക്ക് മൂത്ത് കിട്ടും, കളറൊക്കെ മാറിയിട്ട്. സബോള ഭയങ്കരമായിട്ട് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ആ സബോളയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. അത്രയും സമയം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. അധികം വഴറ്റുവാണെങ്കിൽ സബോളയുടെ ടേസ്റ്റ് മാറും. സബോള ഇങ്ങനെ വഴറ്റുന്നതനുസരിച്ച് നമുക്കിങ്ങനെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഏതായാലും ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ജസ്റ്റ് ഇതൊന്ന് മൂത്ത് കിട്ടിക്കോളും. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വെറും സിമ്പിളായിട്ടുള്ള കറിയാണ്. നമ്മൾക്ക് വേണമെങ്കിൽ എഗ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിന് ഈ ഒരു ഫിഷ് മോളി അല്ല, നമ്മുടെ എഗ് മോളിയാണ്. എഗ് മോളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഈ എഗ്ഗിന് വരെ അതിൽ ഫിഷ് മോളിയാകും. അപ്പോൾ അത്രയേ ഉള്ളൂ അത് തമ്മിലുള്ള വ്യത്യാസം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് ആഡ് ചെയ്ത് ഗ്രേവി ഒന്ന് കുറുകിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ആ മുട്ടയും പിന്നെ ആ ഒരു ഗ്രേവിയും കൂടെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുക. അതായത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റോളം അവിടെ തന്നെ വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ആദ്യത്തെ പാലില്ലേ, നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പാലില്ലേ, ആ പാല് അതിന് ശേഷമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ചൂടാക്കിയാൽ പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള എഗ് മോളിയുടെ റെസിപ്പി. ഈ ചപ്പാത്തിയുടെ കൂടെ നമ്മൾക്ക് ഈ ഗ്രീൻ ബീൻസ് കറിയും കടലക്കറിയും എഗ് റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമാണ്. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാണും നമ്മുടെ ഗ്രേവിയൊക്കെ പറ്റിയിട്ട് ആ ഒരു എഗ്ഗിലേക്ക് ഫുൾ കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി കിട്ടും കേട്ടോ. അപ്പോൾ ചാറ് വേണ്ടവർക്ക് അങ്ങനെയാണെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള എഗ് മോളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.